അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇതപ്പോൾ രാവിലെ തന്നെ അപ്പോൾ പാല് കറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കറന്നതിന് ശേഷം ഇതാ ലാസ്റ്റ് അപ്പവും കറക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ അപ്പമാണ് കറന്നത്, ഇന്നും അപ്പവും ഇതാ കറക്കുന്നുണ്ട്. നമ്മൾ പോത്തപ്പന്മാർ ഇതാ മൂന്നാളും പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതാ അവിടെ ഒരാളുണ്ട്, അതാ അവിടെ ഒരാളുണ്ട്. ഫ്ലാഷ് അടിച്ചത് അത് നമ്മുടെ പശുക്കുട്ടിയും ഇതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാട്ടോ, നല്ല തണുപ്പുണ്ടാവും. കാറ്റ് വീശണത് ഇത് നോക്കി അറിയാം കേട്ടോ. അപ്പോൾ പുക കറന്നിട്ട് ഒഴിക്കുന്നുണ്ട്. കാരണം മാടിപ്പോൾ തൊഴിക്കുക കേട്ടോ. തൊഴിച്ചതിൻ്റെ അടയാളമാണിതാ എൻ്റെ ഈ നെയ്റ്റിയിൽ കാണുന്നത്. അവിടെ പാലുകൊണ്ട് ഒറ്റ തൊഴിക്കിൽ തൊഴിച്ചു കൂട്ടാം. അപ്പോൾ പിന്നെ ഞാൻ അപ്പുവിന് കറക്കാൻ അയച്ചു. പാത്രം മാറ്റി വയ്ക്കേണ്ടിയിരുന്ന അതൊക്കെ ഇതിൽ ചവിട്ടും. ഒരു സൈഡ് അയച്ചാൽ കുട്ടിനെ കുടിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ അയ്യോ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല തൊഴി കിട്ടി, അങ്ങനെ നല്ല തൊഴി കിട്ടി വെച്ചിട്ട് നല്ല മുറിയുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് കാണുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്ക് ഭയങ്കര ചവിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പിന്നെ പുള എടുക്കുക എന്ന് പറയും, കുത്തി വയ്ക്കാനായിട്ടുണ്ട്. പൊടി നായി ഓടിക്കണേ. ഇപ്പോൾ പാല് കുടിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ പശുത്തൊഴുത്തിലെ ജീവിത രീതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഉള്ളത് അവിടെ അടുത്ത് തന്നെ നല്ല ചുരുക്കി കെട്ടും കേട്ടോ. അപ്പോൾ അമ്മൻ്റെ അടുത്ത് തന്നെ കെട്ടിയിട്ടിട്ട് അപ്പൂ കറക്കുന്നത്. ശരിക്കും എൻ്റെ കാല് നല്ല മുറിയായിട്ടതാ, ഈ വളമായിട്ടുള്ളതാ. ഇവിടെ തന്നെ ഒറ്റ ചവിട്ട് ചവിട്ടിയിട്ടാ. ഇനി കുളിക്കണം. നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ കുഞ്ഞിക്കിടാവിനതിൽ വെള്ളമൊന്നുമില്ല. കുഞ്ഞിക്കിടാവ് വെള്ളമൊക്കെ വെച്ച് കൊടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അഴിച്ചു കെട്ടും, അപ്പോൾ അഴിച്ചു കെട്ടുമൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് ചവിട്ട് കിട്ടിയപ്പോൾ ഞാൻ ചവിട്ട് കിട്ടിയപ്പോൾ ശരിക്കും സൈലൻ്റ് നിൽക്കുന്നത്. ഡ്രമ്മും വെള്ളമൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പം കൊടുക്കുക കേട്ടോ. പാൽപാത്രം ഈ പാത്രത്തിലെ വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ച് കളയാം. കാരണം ചവിട്ടി കഴിഞ്ഞാൽ വീഴുമല്ലോ കേട്ടോ വെള്ളം. ഈ വൈക്കോലിക്ക് പോകണം കുറച്ച്. അമ്മ പശുവും കുഞ്ഞു പശുവൊക്കെ ഒരു പുല്ലോട്ടിയിൽ വൈക്കോലുള്ളത് കൊണ്ട് അതൊക്കെ എടുത്ത് തിന്നെയാണ് കേട്ടോ. ഒരു പാത്രമുണ്ട്, ഇത് കൊടുത്ത് നമുക്ക് ഒഴിച്ച് കളയാം. നമ്മുടെ പോത്തപ്പം നിൽക്കണണ്ട. നമ്മളിപ്പോൾ തൊഴിക്കണതും ഉണ്ട്. അപ്പോൾ പാല് കറക്കുന്നുണ്ട് കേട്ടോ. പാല് കറക്കുന്നതിന് ഫുൾ വീഡിയോ വേണം പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോസ് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് വെച്ചോളൂ. ഫുൾ വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ 4 എണ്ണത്തിലും കറക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാത്തത്. ഇത് തന്നെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണെന്ന് പറയാം. കാരണം ഇതുപോലെ തന്നെ നമ്മൾ 4 കാമ്പും കറന്നെടുക്കുക ചെയ്യും. നമുക്ക് 2 കൈ കൊണ്ട് കറക്കണമെന്നുണ്ട്, പക്ഷെ അവൾ ഭയങ്കര ചവിട്ടലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം അവളുടെ കാമ്പിലെന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കുട്ടീൻ്റെ പല്ലെന്തോ തട്ടിയിട്ട് മുറിയുണ്ട്. പുതുതായിട്ട് പാല് കറന്ന് കഴിയാറായി. അപ്പം നമ്മളിതുപോലെ 4 കാമ്പിലും കറക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അത് നമ്മുടെ പശുക്കുട്ടി നിൽക്കേണ്ട ഇനി സൊസൈറ്റിയിൽ കൊണ്ട് പാല് കൊടുക്കാൻ പോകണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 4 കാമ്പും കറന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ കറന്ന് വിടണം കേട്ടോ. എന്താ കുഞ്ഞു പശു വളം ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളമൊക്കെ വാരി ക്ലീൻ ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ പാൽപാത്രം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വളം ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഉണങ്ങാണ്ട് ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ വേഗം ഉണങ്ങാത്തത്. അപ്പോൾ എന്താ നമുക്കിനി പാലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പാല് കറന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാല് കറക്കുന്ന വീഡിയോ. ഇനിയിപ്പോൾ കുഞ്ഞു പശുവിന് അമ്മ പശുവിന് കുറച്ച് നേരം വെളുത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ആ പറമ്പിൽ തന്നെ കൊണ്ട് കെട്ടിയിടുകയും ചെയ്യും കേട്ടോ. രാവിലെ തൊഴുത്തിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ വന്ന് പാല് കറക്കും. പാല് കറന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാവുമ്പോഴേക്കും നമുക്ക് പാല് കൊണ്ട് കൊടുക്കേണ്ട സമയം കേട്ടോ. അതാണ് നമ്മുടെ പോത്തുകുട്ടമ്പതിനെ കാണുന്നുണ്ട്. ഇരുട്ടത്ത് അവന്മാർ കറുപ്പായതുകൊണ്ട് അറിയണമില്ല. എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, അവൻ്റെ കണ്ണൊക്കെ കണ്ടുണ്ടതാ. അപ്പോൾ നമ്മുടെ പശുക്കുട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ വരണ്ട. പാല് കറക്കുന്ന വീഡിയോസ് ഇനി നമുക്ക് ശരിക്കും എടുക്കാം. ട്രൈപോഡൊക്കെ വെച്ച് നമ്മൾ എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കും. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നേരം പോലും വെളുത്തിട്ടില്ല കേട്ടോ.
ഫുൾ ഇരുട്ട് കണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കാറ്റും തണുപ്പുമാണ് കേട്ടോ. നമ്മൾ കൊതുക് തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. വളത്തിൻ്റെ ഇവിടെ തന്നെ കൊതുക് തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടാട്ടോ നമ്മൾ പാല് കറക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കൊതുകാണ്. കൊതുക് തിരി ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.